ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് 4 മണിക്കൊക്കെ ചായയോടെ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. അതിൻ്റെ റെസിപ്പിയാണ്. അതായത് ഗോതമ്പ് മാവ്, ശർക്കര, ചെറുപഴം, പിന്നെ എല്ലാം കൂടി വച്ചിട്ട് നമുക്കൊരു ബോണ്ട, ഗോതമ്പ് ബോണ്ട. നമ്മൾ ഈ ചായക്കടയിലൊക്കെ കിട്ടത്തില്ലേ, തട്ടുകടയിലൊക്കെ കിട്ടുന്ന ബോണ്ട. അപ്പോൾ ആ ബോണ്ട ഞാനൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പഴം ഇരുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ 4 മണിക്കൊക്കെ നമുക്ക് ചായയുടെ കൂടെ അല്ലെങ്കിൽ കട്ടൻ ചായയുടെ കൂടെ നമുക്ക് ആ ബോണ്ട ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് പഴക്കേക്കിന് ആവശ്യമായ സാധനങ്ങൾ മെയിനായിട്ട് നമുക്ക് ഗോതമ്പ് മാവ്, ഞാൻ ഒരു 1.5 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യുണ്ട്. പിന്നെ നമുക്ക് പഴക്കേക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പഴമല്ലേ വേണ്ടത്, നല്ല നാടൻ പാളയന്തരം പഴം ഞാനൊരു 6 പഴം എടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരുണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇത് ലേശം ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഇതെല്ലാം കൂടെ കുഴച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഇഷ്ടമുള്ള എണ്ണയിൽ നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ മാവ്, ശർക്കരയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് ചെത്തി പഴവും പിന്നെ നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കാം. ഇത് ലേശം ഉപ്പൂടെ ഇട്ടുണ്ടാകും. എന്നിട്ട് നമുക്ക് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ നല്ലപോലെ കുഴച്ച് വെച്ചിരിക്കുകയാണ്. ലേശം വെള്ളവും കൂടെ ഞാൻ ചേർത്താണ് കുഴച്ച് കൊടുത്തത്. ഈ ഒരു കറുത്ത ഇത് കിടക്കുന്ന ശർക്കരയാണ്, നമ്മൾ അരിഞ്ഞിട്ടത് കൊണ്ടാണ് അതിൻ്റെ കട്ടി അങ്ങനെ കിടക്കുന്നത്. അതിന് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നല്ലപോലെ ഒന്നുകൂടെ കുഴച്ചെടുക്കുമ്പോൾ അത് എണ്ണയിൽ കിടക്കുമ്പോൾ അത് ശരിയായിക്കോളും. അപ്പം ഞാൻ ശേഷം വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് കുഴച്ചത്. പിന്നെ കയ്യിൽ ഒട്ടിയതുകൊണ്ട് ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് തടവിയതിന് ശേഷമാണ്, അല്ലെങ്കിൽ കയ്യിൽ നല്ലപോലെ ഒട്ടും ഗോതമ്പ് മാവായതുകൊണ്ട് ശകലം എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചങ്ങ് എടുത്താൽ മതി കേട്ടോ. ഇത് ശർക്കരയാണ്, ഈ കാണുന്നതൊക്കെ ശർക്കരയാണ്. അതാണ് അരിഞ്ഞിട്ടത് കൊണ്ട്, ഞാൻ ഒഴുക്കിയതല്ല, അരിഞ്ഞാണ് ഇട്ടത്, അതാണ് അങ്ങനെ വന്നത്. അപ്പോൾ അത് ഇത്രയും ഇനിയിപ്പോൾ 1 മണിക്കൂർ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ പാത്രം അടുപ്പിൽ വെച്ച് എണ്ണ നല്ല ചൂടായി വരുന്നുണ്ട്. നമുക്ക് ബോണ്ട ഓരോന്നായിട്ട് ചെറിയ ഉരുളകളാക്കി ഇട്ട് കൊടുക്കാം. ഞാൻ തിരിച്ചിട്ട് കൊടുത്തു. കുറച്ചുകൂടി മൂത്തിട്ട് നമുക്ക് മാറ്റാം. തീ മീഡിയം ഫ്ലെയിമിൽ വെക്കണേ. ഹൈ ഫ്ലെയിമായ കരിഞ്ഞു പോവും, വേഗത്തുമില്ല. അപ്പം മീഡിയത്തിലിട്ടാൽ മതി. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ എണ്ണ ചൂടായതിന് ശേഷം മീഡിയത്തിലാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ബോണ്ട ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ 4 മണിക്ക് കഴിക്കാൻ പാകത്തിനെല്ലാം റെഡി ആയിട്ടുണ്ട്. കൂടെ കട്ടൻ ചായയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ തട്ടുകടകളിലൊക്കെ കിട്ടുന്ന ഒരു ബോണ്ടയാണ്. ഞാൻ ചെറുതായിട്ടുണ്ടാക്കിയതേ ഉള്ളൂ, അത്ര വലിപ്പമില്ല. അപ്പോൾ കട്ടൻ ചായയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചായയുടെ കൂടി നമുക്ക് കഴിക്കാം.